ഹായ് ഓൾ, നമ്മൾ ഈ ഒരു സെക്ഷനിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓൾറൈറ്റ്, അപ്പം അതിനായിട്ട് ആദ്യം ലെറ്റ് യു എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ആണ്. റേഡിയൽ ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് നമ്മളതിനെ യു അതുപോലെ തന്നെ എന്താണ് ആറിൻ്റെയും തീറ്റൻ്റെയും ഫംഗ്ഷനാണ്. അതെന്തുകൊണ്ടാണ് ആറും തീറ്റൻ്റെയും മാത്രമായി ഫംഗ്ഷൻ ആയിപ്പോയത്? കാരണം അതൊരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനാണ്, പോളാർ കോർഡിനേറ്റിലുള്ള. അല്ലെങ്കിൽ ആർ തീറ്റ സെഡും കൂടെ വരുന്നത് 3 ഡയമെൻഷനിൽ ആണെങ്കിൽ. ഇതൊരു പ്ലെയിൻ സ്ട്രെസ് അഥവാ 2D കണ്ടീഷൻ ആയതുകൊണ്ടാണ് വെറും ആറും തീറ്റയിൽ ഒതുങ്ങിയത്. ഇനി അതുപോലെ ലെറ്റ് ബി വി ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ഓക്കെ, ബിയും അതുപോലെ തന്നെ എന്താണ് ആറും തീറ്റൻ്റെയും ഫംഗ്ഷനുകളാണ്. സോ യുവും വിയും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതായത് വെറും ഡിസ്പ്ലേസ്മെന്റ് കോമ്പോണൻസ് ആണ്. ഒന്ന് റേഡിയൽ ഡയറക്ഷനിലുള്ളതും മറ്റൊന്ന് ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ളതും. അപ്പം സ്ട്രെയിനും ഈ ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. അതിനായി നമ്മൾ ലീനിയർ സ്ട്രെയിൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ ആണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എപ്സിലോൺ ആർ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അത് അപ്പം ലീനിയർ സ്ട്രെയിൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ എന്ന് നിങ്ങൾ നോട്ടിലേക്കായിട്ട് എഴുതിയെടുത്തുള്ള, ഞാൻ ഇതിൽ എഴുതുന്നില്ല. അപ്പം നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ലീനിയർ സ്ട്രെയിൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ, അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ആർ. ഓൾറൈറ്റ്, ഇനി അതുപോലെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അടുത്തത്. അതായത് അതെന്ന് പറഞ്ഞാൽ യു ബൈ ആർ പ്ലസ് 1 ബൈ ആർ ഇൻറ്റു ഡോ വി ബൈ ഡോ തീറ്റ. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആർ തീറ്റ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 1 ബൈ ആർ ഇൻറ്റു ഡോ യു ബൈ ഡോ തീറ്റ പ്ലസ് ഡോ വി ബൈ ഡോ ആർ മൈനസ് വി ബൈ ആർ. സോ ഈ മൂന്ന് റിലേഷൻസും നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് പല ഡെറിവേഷനിലൊക്കെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്ക്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക്, അതായത് ഇന്നത്തെ ഈ സെക്ഷൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നത് 15 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. കാരണം എല്ലാ വർഷവും യൂണിവേഴ്സിറ്റിക്ക് 15 മാർക്കിന് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് തിയറി സെക്ഷനാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ആക്സിസ് സിമെട്രി എന്നുള്ളത് നമുക്ക് നോക്കാം. This means that body, both geometry and loading is axis symmetric. അപ്പോൾ ആക്സിസ് സിമെട്രിക് സെക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ആക്സിസ് സിമെട്രിക് പ്രോബ്ലത്തിന് അടിസ്ഥാനപരമായിട്ട് 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ബോത്ത് ജോമെട്രിയും അതുപോലെ ലോഡിങ്ങും ആക്സിസ് സിമെട്രിക് ആയിരിക്കണം എന്നാണ്. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബോഡിയെ ആക്സിസ് സിമെട്രിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ആണ് അത്. ഇനി ഈ ഒരു ആക്സിസ് സിമെട്രി ഈ പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന കുറേ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുകളുണ്ട്. അത് എവിടേക്കാണ് നമ്മൾ ഈ ഒരു ആക്സിസ് സിമെട്രി കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് എന്ത്? തിക്ക് വാൾഡ് സിലിണ്ടർ അണ്ടർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ. ഇതാണ് നമ്മുടെ ലേമിസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 15 മാർക്കിന് ചോദിക്കുന്നു പറഞ്ഞൊരു സെക്ഷൻ ഇതാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ സെക്ഷനിൽ പഠിക്കാം. ഇപ്പം തൽക്കാലം നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കാം. ആക്സിസ് സിമെട്രിക് പ്രോബ്ലത്തിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? തിൻ വാൾഡ് സിലിണ്ടർ അണ്ടർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ. അടുത്തൊരു ടോപ്പിക്കാണ്. കാരണം എന്താണ് തിൻ വാൾഡ് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക് സെക്ഷൻ ആണ് അല്ലേ? അപ്പോൾ അതിൽ സിമെട്രിക് ആയിട്ട് തന്നെ ലോഡിങ് വരുന്ന ഒരു കേസാണ് നമ്മൾ എടുക്കുന്നത് ലേമിസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സെക്ഷന് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അടുത്തൊരു ടോപ്പിക്കാണ് ഡിസ്ക് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും എന്താണ്? അതും ഒരു ആക്സിസ് സിമെട്രിക് ആണ് അല്ലേ? ഡിസ്ക് എല്ലായ്പ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതും നമ്മുടെ ആക്സിസ് സിമെട്രിക് എക്സാമ്പിൾ ആണ്.
ഇനി അടുത്തതാണ് എന്ത്, സ്ഫെറിക്കൽ ഷെൽ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, അതും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ നമ്മളൊരു കേസ് എടുക്കുക, അതായത് ഒരു തിക്ക് വാൾഡ് സിലിണ്ടർ ഇന്റേണൽ പ്രഷർ സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് രണ്ട് സ്ട്രെസ്സാണ് ആക്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കേട്ടിരിക്കുക, രണ്ട് സ്ട്രെസ്സാണ് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ രണ്ട് സ്ട്രെസ്സിൻ്റെ പേരും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും നമ്മൾ തന്നെ ത്രൂ ഔട്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ ഓർത്തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ആ രണ്ട് സ്ട്രെസ് കോമ്പോണൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ സ്ട്രെസ് കോമ്പോണൻ്റ് ആണ് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൂപ്പ് സ്ട്രെസ് അഥവാ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, ഹൂപ്പ് സ്ട്രെസ് അഥവാ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയാം. അപ്പം രണ്ട് ഡയറക്ഷനാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പോളർ കോർഡിനേറ്റ്സിൽ അല്ലേ, ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആണെങ്കിൽ ഒന്ന് റേഡിയൽ ഡയറക്ഷനും ഒന്ന് ടാൻജൻഷ്യൽ ഡയറക്ഷനും അല്ലേ. അപ്പം ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ളതിൻ്റെ മറ്റൊരു പേരാണ് ഹൂപ്പ് സ്ട്രെസ് അല്ലേ. ഇനി രണ്ടാമത്തെ സ്ട്രെസ് ആണ് എന്ത്, റേഡിയൽ സ്ട്രെസ്. അതിനെ നമ്മൾ സിഗ്മ ആർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അത് നമുക്ക് എന്താണ്, ഒബ്വിയസ്ലി റേഡിയൽ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ തിക്ക് വാൾഡ് സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് എടുക്കാൻ പോകുന്ന ടോപ്പിക് വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക. സോ നെക്സ്റ്റ് ആണ് ആക്സിസിമെട്രിക് പ്രോബ്ലംസ് അഥവാ തിക്ക് സിലിണ്ടറിൻ്റെ അനാലിസിസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലേമീസ് പ്രോബ്ലം എന്നും പറയും, ലേമീസ് പ്രോബ്ലം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ തിക്ക് സിലിണ്ടറിനെ, അതായത് സിലിണ്ടറിക്കൽ സെക്ഷൻ്റെ ഒരു ക്രോസ് സെക്ഷനും അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ എന്ന് പറഞ്ഞാൽ ഇന്നർ റേഡിയസ് ആണ്, ഇന്നർ റേഡിയസ് ഓഫ് സിലിണ്ടർ. ഓക്കെ, ബി എന്ന് പറഞ്ഞാലോ ഔട്ടർ റേഡിയസ്. അതുപോലെ പി ഐ പി ഒ എന്ന് പറഞ്ഞതാണ് ആ ഒരു സിലിണ്ടറിൻ്റെ ഇൻസൈഡ് പ്രഷറും ഇല്ലെങ്കിൽ ഒരു ഇന്നർ പ്രഷറും ഇല്ലെങ്കിൽ ഒരു ഇന്റേണൽ പ്രഷറും, പി ഒ എന്ന് പറഞ്ഞാൽ ഔട്ടർ പ്രഷറുമാണ്. ഓക്കെ, പിന്നെ ഇതിൽ വേറൊരു രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്താണ്, സിഗ്മ ആറും സിഗ്മ തീറ്റയും. ഇതെന്താ സംഭവം, സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ റേഡിയൽ സ്ട്രെസ്, റേഡിയൽ സ്ട്രെസ്. സിഗ്മ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ സ്ട്രെസ്. അപ്പോൾ നമ്മുടെ എക്സാമിന് എന്താ ചോദിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു കണ്ടീഷൻ കണ്ടില്ലേ നിങ്ങൾ, ഒരു ഇന്റേണൽ പ്രഷറും ആ സിലിണ്ടറിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ആ സിലിണ്ടറിന് എക്സ്റ്റേണൽ പ്രഷറും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സിൻ്റെ ഒക്കെ പ്രഷറിൻ്റെ ഒക്കെ വാല്യൂസ് നമുക്ക് തരും. നമ്മളോട് ചോദിക്കുക അതിൻ്റെ ഇന്നർ വാളിലും അതിൻ്റെ ഔട്ടർ വാളിലും ആക്ട് ചെയ്യുന്ന റേഡിയൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കണ്ടുപിടിക്കാനാണ്. അപ്പം ഈ ടാൻജൻഷ്യൽ സ്ട്രെസ്സും റേഡിയൽ സ്ട്രെസ്സും നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, ഓൾറെഡി ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ ഉണ്ട്, ആ ഒരു ഇക്വേഷൻ ആണ് ഇതാ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്, കണ്ടോ. അപ്പം ഈ ഒരു ഇക്വേഷനെ പറയുന്ന പേരാണ് ലേമീസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ലേമീസ് ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ മൊഡ്യൂളിൽ ഇതുവരെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഇത്രയും പഠിച്ചതിലേക്കും വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതും ഇതുവരെ എക്സാമിന് ഇത് ചോദിക്കാതെ ഇരുന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ലേമീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റേഡിയൽ സ്ട്രെസ്സും അതുപോലെ ടാൻജൻഷ്യൽ സ്ട്രെസ്സും ഒരു സിലിണ്ടറിൻ്റെ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത സെക്ഷനിൽ എടുക്കാം. ഇപ്പം തൽക്കാലം നിങ്ങൾ ഈ ഒരു ലേമീസ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി ഈ ലേമീസ് ഇക്വേഷനിൽ ഓരോ കോമ്പണൻസ് എന്തൊക്കെയാണ് നോക്കാം. സിഗ്മ ആർ ഈക്വൽ ടു എ സ്ക്വയർ പി ഐ മൈനസ് ബി സ്ക്വയർ പി ഒ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ പി ഐ മൈനസ് പി ഒ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ. ഇത് ആർ സ്ക്വയർ ആണ്, ഇത് ആർ സ്ക്വയർ. അതുപോലെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പി ഐ മൈനസ് ബി സ്ക്വയർ പി ഒ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു പി ഐ മൈനസ് പി ഒ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഇക്വേഷനും സിമിലർ ആണ് കുറേയൊക്കെ. അതിൽ ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റേഡിയൽ സ്ട്രെസ് ആണെങ്കിൽ നടുവിൽ നെഗറ്റീവ് വരും, ടാൻജൻഷ്യൽ സ്ട്രെസ് ആണെങ്കിൽ ആ നെഗറ്റീവ് ഉണ്ടാവില്ല, ഫുൾ ക്വാണ്ടിറ്റീസും പോസിറ്റീവ് തന്നെയായിരിക്കും അതിൻ്റെ നടുവിലുള്ള.
അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. നമുക്ക് ഇനി ഇതിൻ്റെ 2 സ്പെഷ്യൽ കേസുകൾ പഠിക്കാനുണ്ട്. മിക്കവാറും എല്ലാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ഒരു പരിധി വരെ എല്ലാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലും ഈ 2 സ്ട്രെസ്സും സൈമിൾട്ടേനിയസ് ആയിട്ട് ആക്ട് ചെയ്യില്ല. ഒന്നെങ്കിൽ ഇന്റേണൽ പ്രഷർ ആയിരിക്കും ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പം ആ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടുള്ള 2 കേസും കൂടെ നമുക്ക് എടുക്കാനുണ്ട്. അതും കൂടെ നോക്കണം. പിന്നെ അതുപോലെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിലുള്ള സ്ട്രെസ്സിന്റെ വേരിയേഷൻ പ്ലോട്ട് ചെയ്യാൻ. അതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ 2 സ്പെഷ്യൽ കേസിലെ ഒരു സ്പെഷ്യൽ കേസാണ് ഞാൻ ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ ഓൺലി എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഈ ഒരു തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്യാസ് സിലിണ്ടർ നമുക്ക് ഏകദേശം അങ്ങനെ ഒരു തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഒരു പൈപ്പിലൂടെ ഹൈ പ്രഷറിൽ ഒരു വാട്ടർ പാസ് ചെയ്യുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഹൈ പ്രഷർ ലിക്വിഡ്സ് നമ്മൾ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷനായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നതാണ് ഇന്റേണൽ തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇന്റേണൽ പ്രഷർ ഓൺലി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു സിലിണ്ടറിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുക. അപ്പം ഇതാണ് എ, അതുപോലെ ഇതാണ് ബി. അപ്പൊ എയും ബി എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ റേഡിയസ്. ബി എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ്. പിന്നെ ഇതിൽ ഒരു 6 എന്ന് പറഞ്ഞ സംഭവം വരുന്നുണ്ട് ലേമീസ് ഇക്വേഷനിൽ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ലേമീസ് ഇക്വേഷനിൽ 6 എന്ന് പറഞ്ഞാൽ ബിക്കും എക്കും ഇടയ്ക്കുള്ള ഏത് റേഡിയസിനും നമുക്ക് 6 ആയിട്ട് കരുതാം. ഓക്കെ, അപ്പം സപ്പോസ് ഇന്നർ റേഡിയസിലാണെന്നുണ്ടെങ്കിൽ 6ന്റെ വാല്യൂ എന്തായിരിക്കും? എ ആയിരിക്കും. അതുപോലെ ഔട്ടർ റേഡിയസിലാണെന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ആറിന്റെ വാല്യൂ ബി ആയിരിക്കും. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കേസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ലേമീസ് ഇക്വേഷൻ പ്രകാരം ജനറൽ ആയിട്ട് റേഡിയൽ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനാണ് ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഇന്റേണൽ പ്രഷർ മാത്രമാണെന്ന് കരുതുക. അപ്പം ഇന്റേണൽ പ്രഷർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിനെ പി ഈക്വൽ ടു പി ആയിന്ന് കൊടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഔട്ട്സൈഡ് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഔട്ട്സൈഡ് പ്രഷർ 0 ആയിരിക്കും. ഓക്കെ, ഔട്ട്സൈഡ് പ്രഷർ 0 ആയിരിക്കും. അപ്പം ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജനറൽ ലേമീസ് ഇക്വേഷൻ ഇട്ടെടുത്ത് അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് 0 ആയി മാറി അല്ലേ? അതുപോലെ ഇതും 0 ആയിട്ട് മാറി. അപ്പോൾ അത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം എടുത്ത് എഴുതിയാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റേഡിയൽ സ്ട്രെസ് ഇന്നർ റേഡിയസിലുള്ള റേഡിയൽ സ്ട്രെസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഇന്നർ റേഡിയസിലുള്ള റേഡിയൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ എന്താണ്? നമ്മൾ ആറിന്റെ സ്ഥാനത്ത് ആർ ഈക്വൽ ടു എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ജനറൽ ആയിട്ടുള്ള ആ ലാമീസ് ഇക്വേഷനിൽ. അപ്പം ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആർ ഈക്വൽ ടു എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഈക്വൽ ടു എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്താണ്? ഈ എനും എനും ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ കിട്ടുക? പി ഐ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഇക്വേഷൻ കോമൺ ആയിട്ട് നെഗറ്റീവ് സൈനിനെ പുറത്തെടുത്തെന്ന് വിചാരിക്കുക. നെഗറ്റീവ് സൈനിനെ പുറത്തെടുത്ത് അപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ആൻഡ് അതിനൊന്നുകൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബാക്കി കിട്ടുന്നത്? സിഗ്മ ആർ അറ്റ് ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ മൈനസ് പി ഐ ആണ്. അഥവാ റേഡിയൽ സ്ട്രെസ് അറ്റ് ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ മൈനസ് പി ഐ ആണ്. ഓക്കെ, ഈ ഒരു കാര്യം നോട്ട് ചെയ്യാം. കാരണം നമുക്ക് ഇതിന്റെ ഷിയർ സ്ട്രെസ് അല്ല, ഇതിന്റെ സ്ട്രെസ് വേരിയേഷൻ പ്ലോട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇത് ആവശ്യമുണ്ട്. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത ഔട്ടർ റേഡിയസിൽ എന്ത് സംഭവിക്കും ഈ റേഡിയൽ സ്ട്രെസ്സിൽ എന്നുള്ളത് നോക്കാം. അപ്പം ഈ ഔട്ടർ റേഡിയസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആറിന് ബിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആറിന് ബിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആറിന് ബിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഏത് ഇക്വേഷനിലാണ്? ഇതാ ഈ ഒരു ഇക്വേഷനിലാണ് കേട്ടോ. ഈ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ആറിന് ആർ ഈക്വൽ ടു ബിന്ന് കൊടുക്കേണ്ടത്. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 0 കിട്ടും. ഓക്കെ, അതായത് റേഡിയൽ സ്ട്രെസ് അറ്റ് ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 0 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടിയില്ലാണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നോട് ചോദിക്കാം, ഇല്ലെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നമുക്ക് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ റേഡിയൽ സ്ട്രെസ് അറ്റ് ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും കണ്ടുപിടിച്ച് ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അടുത്തതായിട്ട് നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഇതേപോലെ തന്നെ ഔട്ടർ റേഡിയസിലും ഇന്നർ റേഡിയസിലും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജനറൽ ലാമീസ് ഇക്വേഷൻ പ്രകാരം ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഈ ഒരു ഇക്വേഷനാണ് ലാമീസ് ഇക്വേഷൻ പ്രകാരം ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ളത്. സപ്പോസ്
നേരത്തെ അസ്യൂം ചെയ്ത പോലെ തന്നെ നമ്മൾ എന്താണ് ഔട്ട്സൈഡ് പ്രഷർ 0 ആയിട്ട് കരുതുക. ഔട്ട്സൈഡ് പ്രഷർ 0 ആയിട്ട് കരുതുക എന്ത് സംഭവിക്കും? ഈ ടേം 0 ആകും, അതുപോലെ ഈ ഒരു ടേമും 0 ആകും. ബാക്കി കിട്ടുന്നത് എന്താണ്? ബാക്കി കിട്ടുന്നതാണ് ഈ ഒരു കാര്യം അല്ലേ? ഈ ഒരു കാര്യം നമുക്ക് ബാക്കി റിമൈനിങ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇന്നർ വാളിൽ ഉള്ള ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കണം വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആറിന് ഇന്നർ റേഡിയസ് ആയ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതാ, ഇത് ഇവിടെ പ്ലസ് ആണ് കേട്ടോ, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഓക്കെ, അത് കിട്ടും. അതായത് സിഗ്മ തീറ്റ അറ്റ് ആർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടും. ഓൾ റൈറ്റ്, ഇതൊന്ന് ഓർത്തിരിക്കാം. കാരണം ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ് വേരിയേഷൻ കണ്ടുപിടിക്കാനുണ്ട്. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ ഇന്നർ റേഡിയസിലുള്ള ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിച്ച് ഇനി നമുക്ക് ഔട്ടർ റേഡിയസ് ഉള്ളത് കണ്ടുപിടിക്കണം. ഔട്ടർ റേഡിയസ് ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ഔട്ടർ റേഡിയസ് ഉള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലി ആർ ഈക്വൽ ടു ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സിംപ്ലി ആർ ഈക്വൽ ടു ബി എന്നുള്ള ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏത് ഇക്വേഷനിൽ? ഇതാ ഈ ഒരു ഇക്വേഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ച്? റേഡിയൽ സ്ട്രെസ് അറ്റ് ഇന്നർ റേഡിയസും കണ്ടുപിടിച്ച്, റേഡിയൽ സ്ട്രെസ് അറ്റ് ഔട്ടർ റേഡിയസും കണ്ടുപിടിച്ച് അല്ലേ? അപ്പോൾ അതിനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. അതിനെ പ്ലോട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്ത്, ഒരു സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഇവിടെ വീണ്ടും വരച്ച്. അപ്പം പി ഐ ആണ് അതിൻ്റെ ഇൻസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്, ഇല്ല സ്ട്രെസ് അല്ല പ്രഷർ. ഇനി ഇതാ ഈ കാണുന്നതാണത് സിഗ്മ ആർ, അതായത് റേഡിയൽ സ്ട്രെസ് വേരിയേഷൻ. നമുക്ക് നോക്കാം. ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ പ്രകാരം, അതായത് ഈ ഒരു ഇക്വേഷൻ പ്രകാരം എന്താണ്? ഇന്നർ റേഡിയസിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മൈനസ് പി ഐ ആണ് അല്ലേ? മൈനസ് പി ഐ ആണ്. ആ മൈനസ് പി ഐ ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തതാണ് എന്ത്? ഔട്ടർ റേഡിയസിലുള്ള സ്ട്രെസ് എത്രയാണെന്നുള്ളത്. നമുക്കറിയാം ഔട്ടർ റേഡിയസിൽ എത്രയാണ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അത് ഞാൻ സെക്കൻഡ് ഇക്വേഷന് കൊടുത്ത്. അപ്പം ആ 0 എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു സ്ട്രെസ്സും ഇല്ല അല്ലേ? അപ്പോൾ ആ ഒരു ആ സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ് അല്ലേ? നിങ്ങൾ ആ മോർ സർക്കിളൊക്കെ വരച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ ആ ഈ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ വാല്യൂ 0 ആണ്. ആൻഡ് ഇതിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വേരിയേഷൻ പാരാബോളിക് ആയിട്ടായിരിക്കും. ഓക്കെ, പാരാബോളിക് ആയിട്ടായിരിക്കും. എന്തായാലും ഇതിൻ്റെ മേലുള്ള അനോട്ടേഷൻസ് വെക്കാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ചെടുത്തോളാം. ഇൻസൈഡിൽ ഇന്നർ റേഡിയസിൽ റേഡിയൽ സ്ട്രെസ് മാക്സിമം, ഔട്ടർ റേഡിയസിൽ റേഡിയൽ സ്ട്രെസ് 0 ആയിട്ടുള്ള ഈ ഒരു ഫിഗർ വരച്ചെടുത്തോളാം. ഓക്കെ, ഈ ഒരു ഫിഗർ വരച്ചെടുത്തോളാം. ഓക്കെ, ഈ ഒരു ഫിഗറെല്ലാം മൊത്തം വരച്ചെടുക്കുക, കൂടുതൽ ഇതും കൂടെ ഒന്ന് വരച്ചെടുക്കുക. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ്? ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രണ്ടും പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലേ? ടാൻജൻഷ്യൽ സ്ട്രെസ് അറ്റ് ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ക്വാണ്ടിറ്റി ആണ്. ഞാൻ അതിനെ 3 എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്ത്, ആ 3 എന്നുള്ളത് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്, മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ 3 എന്നുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻജൻഷ്യൽ സ്ട്രെസ് അറ്റ് ഔട്ടർ റേഡിയസ് അല്ലേ? അതും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് അതിനെ നമുക്കൊരു കർവ്ഡ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ കർവ്ഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാൻ കാരണം ഒന്നുമില്ല, 2a² pi / b² - a² അല്ലേ? ഇതൊക്കെ എന്താണ്? സ്ക്വയർ ആയിട്ടാണ് വേരി ചെയ്യുന്നത് അല്ലേ? അപ്പം സ്ക്വയർ ആയിട്ട് വേരി ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഗ്രാഫിൽ കർവ്ഡ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ ഒരു പരാബോളിക് വേരിയേഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കരുതാം. പരാബോളിക് വേരിയേഷൻ എന്താണ്? ഒരു കർവ്ഡ് ആയിട്ടില്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാഫിൽ വരയ്ക്കുക. അതേപോലെയാണ് ഇതും. അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ പ്രഷർ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. എന്തായാലും ഇതിന്റെ നോട്ട്സ് വ്യക്തമായി തന്നെ എഴുതിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ലൈവ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കേസ് നോക്കാം. കേസ് 2. അടുത്തതായിട്ട് നമ്മുടെ കേസ് 2 ആയ എക്സ്റ്റേണൽ പ്രഷർ ഓൺലി എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഒരു സിലിണ്ടറിന്റെ മേലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇന്നർ റേഡിയസിനും ഔട്ടർ റേഡിയസിനും എത്രയായിരിക്കും റേഡിയൽ സ്ട്രെസ്സും അതുപോലെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ഇന്റേണൽ പ്രഷർ, സിലിണ്ടർ സബ്ജക്റ്റ് ടു ഇന്റേണൽ പ്രഷർ എന്നുള്ള ചെയ്ത അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു എക്സ്റ്റേണൽ പ്രഷർ ഓൺലി എന്നുള്ളൊരു കണ്ടീഷൻ, സിലിണ്ടർ സബ്ജക്റ്റ് ടു എക്സ്റ്റേണൽ പ്രഷർ ഓൺലി എന്നുള്ളൊരു
കണ്ടീഷൻ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ, അതിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? സബ്മറൈൻസ്, അതായത് നമ്മുടെ മുങ്ങിക്കപ്പലൊക്കെ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു സിലിണ്ടറിനെ അത് ശരിക്കും നമുക്ക് സിലിണ്ടറായിട്ട് അസ്യൂം ചെയ്യാം. മിക്കവാറും ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ് അത് ഉണ്ടാകുക സബ്മറൈൻസിനൊക്കെ. അപ്പോൾ ഈ ഒരു സബ്മറൈൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇന്റേണൽ പ്രഷർ ബേസിക്കലി 0 ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റേണൽ പ്രഷറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ലേമീസ് ഇക്വേഷൻ ഫോർ റേഡിയൽ സ്ട്രെസ് ഞാനിവിടെ എടുത്തെഴുതി. ജനറൽ ആയിട്ടുള്ള ലേമീസ് ഇക്വേഷൻ ഫോർ റേഡിയൽ സ്ട്രെസ് ഞാനിവിടെ എടുത്തെഴുതി. ഇനി ഫസ്റ്റത്തെ കണ്ടീഷൻ കൊടുത്ത് എന്ത്? പി ഇന്നർ റേഡിയസ് ഇൻസൈഡ് പ്രഷർ അല്ലെങ്കിൽ ഇന്നർ പ്രഷർ 0 ആയിട്ട് നമ്മൾ കൊടുത്ത്. ഇന്നർ പ്രഷർ 0 ആയി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേം 0 ആകും, ഈ ടേം 0 ആകും അല്ലേ? അപ്പം ബാക്കി കിട്ടുന്ന കാര്യമാണ് ഞാനിവിടെ എടുത്തെഴുതിയത്. ഓൾറൈറ്റ്. ഇനി സപ്പോസ് എന്താണ്, എനിക്ക് റേഡിയൽ സ്ട്രെസ് അറ്റ് ഇന്നർ റേഡിയസ് കണ്ടുപിടിക്കാൻ വിചാരിക്കുക. അപ്പം റേഡിയൽ സ്ട്രെസ് അറ്റ് ഇന്നർ റേഡിയസ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ഈ കിട്ടിയ ഇക്വേഷനിൽ R ഈക്വൽ ടു A എന്ന് കൊടുത്താൽ മതി അല്ലേ? അപ്പം ആ ഒരു ഇക്വേഷനിൽ R ഈക്വൽ ടു A എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ? 0 കിട്ടും. ഓക്കെ. സിമിലർലി അപ്പൊ നമുക്ക് ഇന്നർ റേഡിയസിൽ എന്ത് കിട്ടി? റേഡിയൽ സ്ട്രെസ് 0 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഔട്ടർ റേഡിയസിൽ റേഡിയൽ സ്ട്രെസിന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെച്ചാൽ ഇതാ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിൽ R ഈക്വൽ ടു B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ഇക്വേഷനിൽ? ഇതാ ഈ ഒരു ഇക്വേഷനിൽ R ഈക്വൽ ടു B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? റേഡിയൽ സ്ട്രെസ് അറ്റ് ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ P എന്ന് കിട്ടും. ഓക്കെ. ഈ ഒരു രണ്ട് ഇക്വേഷൻസ് വ്യക്തമായി പഠിച്ചിരിക്കുക. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ട്രെസ് വേരിയേഷൻ പ്ലോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തെ, അതായത് നമ്മളിപ്പോൾ റേഡിയൽ സ്ട്രെസ് മാത്രമാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, നേരത്തെ കണ്ടുപിടിച്ചത് പോലെ. അപ്പോൾ ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ജനറൽ ലാമിസ് ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. അപ്പോൾ ആ ജനറൽ ലാമിസ് ഇക്വേഷൻ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കണ്ടീഷൻസ് കൊടുക്കാം. അതായത് ഈ ഒരു കണ്ടീഷൻ എന്താണ്? എക്സ്റ്റേണൽ പ്രഷർ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഇന്റേണൽ പ്രഷർ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ഇന്റേണൽ പ്രഷർ 0 ആയ കണ്ടീഷൻസ് നമ്മളിവിടെ കൊടുക്കുക. 0 ഇന്റേണൽ പ്രഷർ, ഇവിടെയും 0 അല്ലേ? അപ്പോൾ നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ് ഇതാ ഇങ്ങനെയായിട്ട് ചെറുതായിട്ട് കിട്ടും. ഓക്കെ. ആൻഡ് ഈ ഒരു ഈ കിട്ടിയ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ്? റേഡിയൽ സ്ട്രെസ് അറ്റ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് അറ്റ് ഇന്നർ സർഫസും കണ്ടുപിടിക്കണം, ടാൻജൻഷ്യൽ സ്ട്രെസ് അറ്റ് ഔട്ടർ സർഫസ് കണ്ടുപിടിക്കണം. ഇന്നർ സർഫസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഇക്വേഷനിൽ R ഈക്വൽ ടു A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് കിട്ടും, ഇന്നർ റേഡിയസിലുള്ള ടാൻജൻഷ്യൽ സ്ട്രെസ് കിട്ടും. അപ്പോൾ അത് ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സംഭവം കിട്ടും. ഓൾറൈറ്റ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഔട്ടർ റേഡിയസിലുള്ള ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നതിന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ആറിന് B എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും അതുപോലെ ഈ ഒരു ഫോർമുലയ്ക്കായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും. നിങ്ങൾ ഇത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിചാരിക്കേണ്ട ഈ ഒരു പിയും എയും ബിയും ഒക്കെ കണ്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോബ്ലത്തിൽ തരാം, ഇതിനൊക്കെ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും നമുക്ക് തരാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. നിങ്ങൾ ആ ഒരു ജനറൽ ലാമിയസ് ഇക്വേഷൻ പഠിച്ചിരുന്നാൽ മതി. പിന്നെ ഈ രണ്ട് കേസിലുള്ള സ്ട്രെസ് വേരിയേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതൊന്നും അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പം ഇതെങ്ങനെയാണ്, ഇതിലെ സ്ട്രെസ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടല്ല, ഇതിനൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. 1 2 3 4 എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൽ ഈ 2ന്റെ കേസിൽ ഇതാ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും -P ആണ് വരിക കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് റേഡിയൽ സ്ട്രെസ്സിന്റെ വേരിയേഷൻ ഒന്ന് പ്ലോട്ട് ചെയ്യാം. റേഡിയൽ സ്ട്രെസ് അറ്റ് സിഗ്മ R, ഇതാണ് സിഗ്മ R. ഇന്നർ റേഡിയസിൽ റേഡിയൽ സ്ട്രെസ് എത്രയാണ്? ഇന്നർ റേഡിയസിൽ റേഡിയൽ സ്ട്രെസ് 0 ആണ് അല്ലേ? ഫസ്റ്റത്തെ കണ്ടീഷൻ 0 ആണ്.
ഇനി ഔട്ടർ റേഡിയസിൽ എന്താണ് റേഡിയൽ സ്ട്രെസ് മൈനസ് പി ഒ ആണ് അല്ലേ, മൈനസ് പി ഒ ആണ്, ഇതാ മൈനസ് പി ഒ ആണ്, പി ഒ ആണ്, മൈനസ് പി ഒ ആണ്. അപ്പം അതിന്റെ അത് മൈനസ് പി ഒ നമ്മൾ മാർക്ക് ചെയ്ത് അതിന്റെ വേരിയേഷൻ എന്താണ് പാരാബോളിക് ആയിട്ടാണ്. കാരണം എന്താണ് ബി സ്ക്വയർ എന്നുള്ളൊരു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നുള്ളൊരു വേരിയേഷൻ ആണ് വരുന്നത്. അപ്പോൾ അത് ഒരു പാരാബോളിക് ആയിട്ടാണ് വരുന്നത്. ഞാൻ അതിന്റെ മുകളിൽ ഇത് വരയ്ക്കുന്നില്ല, ആ ഒരു ഫിഗർ വ്യക്തമായിട്ട് നോട്ട്ബുക്കിൽ വരച്ചു വെക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ടാൻജൻഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ടാൻജൻഷ്യൽ സ്ട്രെസ് ഇട്ട് ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് 2b സ്ക്വയർ പി ഒ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ വരച്ചു വെക്കുക. പിന്നെന്താണ് ടാൻജൻഷ്യൽ സ്ട്രെസ് അറ്റ് ഔട്ടർ റേഡിയസ് ആണ്, അത് മൈനസ് പി ഒ ബൈ പി ഒ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതാണ് ഞാൻ അവിടെ വരച്ചത്. ആൻഡ് നമ്മൾ അത് രണ്ടും കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ കിട്ടും, ടാൻജൻഷ്യൽ സ്ട്രെസ് വേരിയേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഇത് വ്യക്തമായി തന്നെ പഠിക്കാം. നിങ്ങൾ ജനറൽ ആംബിയസ് ഇക്വേഷൻ പഠിച്ചാൽ മതി, സ്പെഷ്യൽ കേസ് പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ എത്തിക്കാം പ്രോബ്ലം ചെയ്യുമ്പോൾ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നന്നാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്ട്രെസ് വേരിയേഷനും അറിഞ്ഞിരിക്കുക, ബോത്ത് റേഡിയൽ സ്ട്രെസ് ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും പ്ലോട്ട് ചെയ്യാൻ പറയാറുണ്ട്. 15 മാർക്കിന് ഓരോ പോയിന്റിലുള്ള റേഡിയൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും മാത്രം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിന്റെ വേരിയേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യുമ്പോൾ പലർക്കും തെറ്റിപ്പോകുന്നതാണ്, ചിലപ്പം ആ ഇത് രണ്ട് കണക്ട് ചെയ്ത സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ടിരിക്കും. അപ്പോൾ ആ സ്ട്രേറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്താൽ നമുക്ക് അതിന്റെ മാർക്ക് കുറഞ്ഞു. കാരണം എന്താണ്, ഇതിന്റെ വേരിയേഷൻ പാരാബോളിക് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് എഴുതുക, അല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.